ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. ദേഷ്യത്തോടുകൂടി നിധി ഓട്ടോയിൽ കിളിക്കൂട്ടിലേക്ക് വരികയാണ്. പിന്നാലെ സ്കൂട്ടറിൽ വരികയാണ് സുധീഷ്. നിധി ആരെയും ശ്രദ്ധിക്കാതെ അകത്തേക്ക് കയറിപ്പോയി വാതിലടയ്ക്കുകയാണ്. സുധീഷും അകത്തേക്ക് കയറി വരുന്നു. സുഭാഷും നികേഷും ഹരീഷും അവരെ ശ്രദ്ധിക്കുമ്പോൾ അടുക്കളയിലേക്ക് പോയി പൊട്ടിക്കരയുകയാണ് സുധീഷ്. തുടർന്ന് മുഖം കഴുകി സുധീഷ് എല്ലാവരുടെ അരികിലേക്ക് വരുമ്പോൾ സുഭാഷ് ചോദിക്കുന്നു, എന്താടാ? ഹരീഷും നികേഷും കാര്യം അന്വേഷിക്കുമ്പോൾ സുധീഷ് ചോദിക്കണം, നിങ്ങളാരും കിടന്നില്ലേ? ഹരീഷ് ചോദിക്കുന്നു, ചോദിച്ചതിന് ഉത്തരം പറഞ്ഞില്ലേ? അപ്പൊ സുധീഷ് പറയുകയാണ്, ഇല്ല പറഞ്ഞില്ല, അതിന് സമയം കിട്ടിയില്ല, അത് പറയാനുള്ള സമയമായിട്ടില്ല, അതാ പറയാഞ്ഞത്. ഹരീഷ് ചോദിക്കുന്നു, അപ്പോ ഇത്രയും നേരം എന്ത് ചെയ്യുകയായിരുന്നു? പുഞ്ചിരിച്ച് സുധീഷ് പറയുന്നു, ചുമ്മാ സംസാരിച്ചോണ്ടിരുന്നു. നികേഷ് ചോദിക്കുന്നു, ഇതിനാണോ ഇത്ര ബിൽഡപ്പ് ഒക്കെ ചെയ്തു പോയത്? ഇന്ന് ഓപ്പണായിട്ട് എല്ലാം പറയുമെന്ന് സുഭാഷേട്ടനോട് തള്ളി വെച്ചിരിക്കുകയായിരുന്നു ഞാൻ കിടക്കാൻ പോകാം. അങ്ങനെ നികേഷും ഹരീഷും ഉറങ്ങാനായി കിടക്കുമ്പോൾ സുഭാഷ് സുധീഷിനെ ശ്രദ്ധിക്കുന്നുണ്ട്. തുടർന്ന് സുധീഷ് ഉറങ്ങാനായി കിടക്കുമ്പോൾ അരികിലേക്ക് കിടന്ന സുഭാഷ് ചോദിക്കുന്നു, കഴിച്ചോ? അപ്പൊ സുധീഷ് പറയുകയാണ്, ഇല്ല അല്ല കഴിച്ചു. അപ്പൊ ഹരീഷ് പറയുകയാണ്, പോന പോക്ക് കണ്ടപ്പോൾ ഇന്ന് ഉറപ്പായിട്ടും പറയുമെന്നാ ഞാൻ വിചാരിച്ചേ. ഇത് കേട്ട് സുഭാഷ് പറയുന്നു, വീടിടാ, അവന് സമയമായില്ലെന്ന് തോന്നിക്കാണും, സമയമാകുമ്പോൾ അവൻ തന്നെ പറഞ്ഞോളും, നിങ്ങൾ കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഇത് കേട്ട് ഹരീഷും നികേഷും കെട്ടിപ്പിടിച്ചു കിടക്കുകയാണ്. സുധീഷ് പൊട്ടിക്കരയുമ്പോൾ സുഭാഷ് സുധീഷിനെ ശ്രദ്ധിക്കുന്നു. സുഭാഷ് സുധീഷിനെ ആശ്വസിപ്പിച്ച് ചേർത്ത് പിടിക്കുകയാണ്. തുടർന്ന് രാവിലെ ചായ കുടിച്ചുകൊണ്ട് ഹോളിലിരിക്കുകയാണ് നിധിയും നികേഷും. അവിടേക്ക് വന്ന സുഭാഷ് ഉച്ചക്കത്തേക്കുള്ള ലഞ്ചിന്റെ കാര്യം സംസാരിക്കുകയാണ്. ഹരീഷും മുഖം കഴുകി അവിടേക്ക് വരുന്നു. എല്ലാവരും ചായ കുടിച്ചുകൊണ്ട് ഹോളിലിരിക്കുമ്പോൾ റൂമിന് പുറത്തേക്ക് ഇറങ്ങി വന്ന സുധീഷ് നിധിയെ ശ്രദ്ധിക്കുകയാണ്. സുധീഷ് എന്ന് നോക്കിയിട്ട് ദേഷ്യത്തോടു കൂടി മുഖം തിരിക്കുകയാണ് നിധി. എല്ലാവരും അവരെ ശ്രദ്ധിക്കുന്നുണ്ട്. സുധീഷ് ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോകുന്നു. ബ്രഷ് ചെയ്തു വന്ന സുധീഷ് ഹോളിലേക്ക് വന്നിരിക്കുമ്പോൾ നിധി മുഖത്തേക്ക് പോലും നോക്കുന്നില്ല. അരികിലേക്ക് വന്ന് സുഭാഷ് ചോദിക്കുന്നു, എടാ സുധീഷ്, എന്തു പറ്റി? എന്തെങ്കിലും വയ്യായ്മയുണ്ടോ? ഡള്ളായിട്ടിരിക്കുന്നു. ഇല്ല, അങ്ങനെയൊന്നും ഇല്ലാന്ന് സുധീഷ് പറയുമ്പോൾ നെറ്റിയിൽ തൊട്ടു നോക്കി സുഭാഷ് ചോദിക്കുന്നു, പനിയുണ്ടോ? അപ്പൊ സുധീഷ് പറയണ, ഇല്ല സുഭാഷ് ഏട്ടാ, ഡള്ളായിട്ടിരുന്നെന്ന് കരുതി പനിയാണോ? പനിയൊന്നുമില്ല. തലവേദന ഉണ്ടോന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയണ, ഇല്ല സുഭാഷ് ഏട്ടാ. അപ്പൊ നികേഷ് ചോദിക്കുന്നു, ഏട്ടത്തി തന്നെയാണോ ഇന്നലെ വണ്ടി ഓടിച്ചത്? അതേന്ന് നിധി പറയുമ്പോൾ നികേഷ് പറയണ, സൂപ്പർ ഏട്ടത്തി, അപ്പൊ വണ്ടി ഓടിക്കാൻ പഠിച്ചു. സുധീഷ് ഏട്ടനെ പുറകെ ഇരുത്തിയാണല്ലോ ഓടിച്ചത്, ഇനി ഏട്ടത്തി വണ്ടി ഓടിക്കാൻ പേടിക്കണ്ട. അപ്പൊ ഹരീഷ് പറയണ, എന്തായാലും വണ്ടി ഓടിക്കാൻ പഠിച്ചില്ലേ, ഇനിയും ഓഫീസിലേക്ക് വണ്ടി തന്നെ പോകാലോ. അപ്പൊ നിധി പറയണ, ലൈസൻസ് ഇല്ലല്ലോ. ഇത് കേട്ട് സുഭാഷ് പറയുന്നു, അക്കാര്യം സുധീഷ് നോക്കിക്കോളാന്ന് പറഞ്ഞില്ലേ? ഏട്ടാ സുധീഷ്, ആ ലൈസൻസിന്റെ കാര്യം ഒന്ന് നോക്കണേ. ഇത് കേട്ട് സുധീഷ് പറയുന്നു, ശരി സുഭാഷ് ഏട്ടാ, ഞാൻ നോക്കാം. ഇത് കേട്ട് ഒന്നും മിണ്ടാതെ ദേഷ്യത്തോടുകൂടി റൂമിനകത്തേക്ക് കയറി വാതിലടയ്ക്കുകയാണ് നിധി. എല്ലാവരും സംശയത്തോടുകൂടി സുധീഷിനെ നോക്കുന്നു. ഹരീഷ് ചോദിക്കുന്നു, സുധീഷ് ഏട്ടാ, നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കിയോ? അപ്പൊ സുഭാഷ് പറയുകയാണ്, ഞാനും അത് തന്നെ സുധീഷെ ചോദിക്കാൻ വിചാരിച്ച്, നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പൊ സുധീഷ് പറയുന്നു, ഇല്ല സുഭാഷ് ഏട്ടാ, വഴക്കൊന്നുമില്ല. അപ്പൊ സുഭാഷ് ചോദിക്കണ, പിന്നെന്താ വന്നത് മുതൽ നിങ്ങൾ രണ്ടുപേരും സംസാരിക്കാത്തത്? ഇത് കേട്ട് സുധീഷ് പറയണ, സുഭാഷ് ഏട്ടാ, ഞാനിപ്പോ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ, ഞാൻ വേറൊരു കാര്യത്തെ കുറിച്ച് ആലോചിച്ചിരിക്കുകയായിരുന്നു, ഞങ്ങൾ തമ്മിൽ വഴക്കൊന്നുമില്ല. അങ്ങനെ സുധീഷ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ നികേഷ് പറയണ, സുഭാഷ് ഏട്ടാ, എന്തോ ഉണ്ട്. നിധി കഴുകാനുള്ള തുണിയും എടുത്ത് പുറത്തേക്ക് പോകാനായി തുടങ്ങുമ്പോൾ സുഭാഷ് ചോദിക്കുന്നു, നിധി, ഇന്നലെ നിങ്ങൾ രണ്ടുപേരും കൂടി വഴക്കുണ്ടാക്കിയോ? അടുക്കളയിൽ നിൽക്കുന്ന സുധീഷ് അവരുടെ സംസാരം ശ്രദ്ധിക്കുകയാണ്. നികേഷ് പറയുന്നു, ഏട്ടത്തി, ഇന്നലെ രാത്രി നിങ്ങൾ രണ്ടുപേരും പുറത്തു പോയി വന്നതിന് ശേഷം സംസാരിച്ചതേ ഇല്ലല്ലോ, അതാ സുഭാഷ് ഏട്ടൻ ചോദിച്ചേ. അപ്പൊ നിധി പറയുകയാണ്, സംസാരിക്കാൻ എന്താ ഉള്ളത്, ഇപ്പോഴല്ലേ എല്ലാവരും എഴുന്നേറ്റ് വന്നേ, ഞങ്ങൾ തമ്മിൽ വഴക്കൊന്നുമില്ല, ചുമ്മാ പോയി സംസാരിച്ചു തിരിച്ചു വന്നു, അത്രേ ഉള്ളൂ. അങ്ങനെ എല്ലാവരെയും നോക്കി പുഞ്ചിരിച്ച് നിധി പുറത്തേക്ക് പോവുകയാണ്. തുടർന്ന് നിധി തുണി കഴുകാനായി തുടങ്ങുമ്പോൾ അവിടേക്ക് വരികയാണ് സുധീഷ്. സുധീഷിനെ കാണുന്ന നിധി ദേഷ്യത്തോടുകൂടി സുധീഷിനെ ഒന്ന് നോക്കിയിട്ട് അകത്തേക്ക് പോകാനായി തുടങ്ങുമ്പോൾ സുധീഷ് പറയുന്നു, നിധി ഒരു മിനിറ്റ്, ഞാൻ അകത്ത് വെച്ച് എന്തെങ്കിലും തെറ്റായി സംസാരിച്ചോ? നിധി ചോദിക്കണ്ട, അഭിനയിക്കാതെ, ഇപ്പൊ എന്താ വീട്ടിൽ ആരോട് സംസാരിക്കാതെ ഒതുങ്ങി പോകുന്നത്? അപ്പൊ സുധീഷ് പറയണ, അതല്ല നിധി, എനിക്കിവിടെ ഇരിക്കാനേ പറ്റുന്നില്ലായിരുന്നു. നിധി ചോദിക്കുന്നു, എന്തേ, നിങ്ങളുടെ ചതി ഞാൻ വീട്ടിൽ പറയുമെന്നുള്ള ഭയമാണോ? ഞാൻ അതൊന്നും പറയാൻ പോകുന്നില്ല. ഇങ്ങനെ ഒരു ചതിയിലൂടെയാണ് നിങ്ങൾ എന്നെ വിവാഹം കഴിച്ചെന്നറിഞ്ഞാൽ ഇവിടെയുള്ളവർക്ക് സഹിക്കില്ല. നിങ്ങളെ കുറിച്ചുള്ള നാണക്കേട് കൊണ്ട് അവരെന്റെ മുന്നിൽ തലകുനിക്കേണ്ടി വരും. അതുകൊണ്ട് ഇവിടെ ആരോടും ഒന്നും പറയണ്ട. സത്യം മറച്ചു വെക്കുന്നൊന്നും പുതിയ കാര്യമല്ലല്ലോ. സുധീഷ് വിഷമത്തോടുകൂടി നിധിയെ നോക്കുമ്പോൾ നിധി ചോദിക്കാണ്, എന്താ നോക്കുന്നേ? നിങ്ങൾ എന്താ അറിയാതെ ചെയ്ത തെറ്റൊന്നുമല്ലല്ലോ, അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലേ? ഇത് കേട്ട് സുധീഷ് പറയണ, നിധി ദയവ് ചെയ്ത് എന്നെ ഒന്ന് മനസ്സിലാക്ക്, എനിക്ക് സത്യമായിട്ടും ഐഡി പ്രൂഫ് കൊടുത്തതൊന്നും ഓർമ്മയില്ല. തക്കലയിൽ വെച്ച് പ്രിന്റ് ഔട്ട് എടുക്കാനായി നിധി എന്റെ കയ്യില് ആധാർ കാർഡ് തന്നായിരുന്നു, കോപ്പി എടുക്കാനായിട്ട്. സത്യമായിട്ടും അതെന്റെ ഫോണിൽ ഉണ്ടെന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി. എന്നെ വിശ്വസിക്കും നിധി, എനിക്ക് ഓർമ്മയിലുണ്ടായിരുന്നെങ്കിൽ നിധിയെ ഞാൻ ഇങ്ങനെ കഷ്ടപ്പെടുത്തുമായിരുന്നു. ഞാൻ പറയുന്നതൊന്ന് ഇത് കേട്ട നിധി പറയണം, മതി സുധീഷേ, നിങ്ങളുടെ ചതി ഞാൻ വീട്ടിൽ പറയില്ലെന്നേ പറഞ്ഞുള്ളൂ, അതുകൊണ്ട് നിങ്ങൾ പറയുന്ന കള്ളമെല്ലാം ഞാൻ വിശ്വസിക്കുമെന്ന് വിചാരിക്കണ്ട. ഇവളിപ്പോ എന്നോട് സംസാരിക്കുന്നുണ്ട്, അതുകൊണ്ട് 4 കള്ളം കൂടി പറഞ്ഞ് ഇവളെ വിശ്വസിപ്പിക്കാമെന്നൊന്നും ചിന്തിക്കണ്ട. വീട്ടിലുള്ളവരെ വിഷമിക്കാതിരിക്കാൻ വേണ്ടിയാ ഞാൻ സുധീഷിനോട് സംസാരിക്കുന്നത്. അങ്ങനെ നിധി അകത്തേക്ക് പോകാനായി തുടങ്ങുമ്പോൾ സുധീഷ് പറയുന്നു, നിധി ഒരു മിനിറ്റ്, നിധിക്ക് എന്നോട് ദേഷ്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി, ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് പൊയ്ക്കോളാം, അതൊന്ന് കേൾക്കൂ. നിധിക്ക് ലൈസൻസ് വാങ്ങാം, പക്ഷേ ഈ വീടിന്റെ അഡ്രസ്സിൽ നിധിക്കൊരു
പ്രൂഫ് വേണം. അത് ഞാൻ തന്നെ റെഡിയാക്കിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് നിധിക്ക് ലൈസൻസ് എടുക്കാം. ഇത് കിട്ടിയ നിധി ചോദിക്കുന്നു, പ്രൂഫ് റെഡിയാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞ് അതിലും എന്തെങ്കിലും ചതിയുണ്ടോ? അപ്പൊ സുധീഷ് പറയുകയാണ്, ഇല്ല നിധി, പ്രൂഫിന്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. നിധിക്ക് ലൈസൻസ് കിട്ടും, ഉറപ്പാ. ഇത് കിട്ടിയ നിധി ആലോചിച്ച് നിൽക്കുമ്പോൾ നിധിയെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് പതിയെ അവിടെ നിന്ന് പോവുകയാണ് സുധീഷ്. തുടർന്ന് നിധി ഓഫീസിലേക്ക് പോകാനായി ഒരുങ്ങുമ്പോൾ അവിടേക്ക് വന്ന് നികേഷ് ചോദിക്കുന്നു, എടുത്തി ഇന്നെന്താ ഓഫീസിലേക്ക് ലേറ്റ് ആയിട്ട് പോകുന്നേ? അപ്പൊ നിധി പറയുകയാണ്, ഇന്ന് ഒരു മീറ്റിംഗ് ഉണ്ട്, എല്ലാവരും അതിന് പോയിരിക്കുക. നേരത്തെ ചെന്നാലും അവിടെ ആരും ഉണ്ടാകില്ല, അതാ ലേറ്റ് ആയിട്ട് പോകാന്ന് വിചാരിച്ച്. ഈ സമയം അവിടേക്ക് വന്ന പോസ്റ്റ്മാൻ ഉറക്കെ പോസ്റ്റ് എന്ന് പറയുമ്പോൾ നികേഷ് പറയുകയാണ്, നമ്മുടെ വീട്ടിൽ പോസ്റ്റോ? ആർക്കാ? അങ്ങനെ നികേഷ് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ പോസ്റ്റ്മാൻ പറയുന്നു, നിധിക്ക് ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട്, വീട്ടിലുണ്ടോ? നികേഷ് ചോദിക്കുന്നു, ഏട്ടത്തിക്കോ? അങ്ങനെ നികേഷ് ഉറക്കെ ഏട്ടത്തിന്ന് വിളിക്കുമ്പോൾ ഇതാ വരുന്ന നികേഷ് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങി വരികയാണ് നിധി. നികേഷ് പറയുന്നു, ഏട്ടത്തിക്കാ പോസ്റ്റ്? എനിക്ക് വന്ന നിധി ചോദിക്കുമ്പോൾ പോസ്റ്റ്മാൻ പറയുന്നു, ഇതിലൊന്ന് സൈൻ ചെയ്യണം. ഈ സമയം സുധീഷ് അവിടേക്ക് വരികയാണ്. സൈൻ ചെയ്ത് കൊടുത്ത് അത് വാങ്ങുകയാണ് നിധി. പോസ്റ്റ്മാൻ അവിടെ ഒന്ന് പോയതിനു ശേഷം നികേഷ് ചോദിക്കുന്നു, എന്താ ഏട്ടത്തി വന്നത്? അറിയില്ലടാന്ന് നിധി പറയുമ്പോൾ നികേഷ് പറയുന്നു, തുറന്നു നോക്ക്. സുധീഷ് ടെൻഷനോടുകൂടി നിധിയെയും നികേഷിനെയും നോക്കുന്നുണ്ട്. നിധി പറയുന്നു, ആധാർ കാർഡ്. അപ്പൊ നികേഷ് ചോദിക്കാണ്, ഏട്ടത്തി അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നോ? അപ്പൊ നിധി പറയുന്നു, ഇല്ലടാ, ഞാൻ വീട്ടിൽ പോയപ്പോൾ ആധാർ കാർഡ് എടുത്തോണ്ട് വന്നായിരുന്നല്ലോ. നികേഷ് ചോദിക്കണ്ട, പിന്നെങ്ങനെ ആധാർ കാർഡ് വന്നത്? അപ്പൊ നിധി പറയണ, ഈ വീട്ടിലെ അഡ്രസ് ആണല്ലോ ആധാർ കാർഡില്, ഈ വീട്ടിലെ അഡ്രസ്സിലേക്ക് ഞാൻ ആധാർ കാർഡ് മാറ്റിയിട്ടില്ലല്ലോ. നികേഷ് ചോദിക്കുന്നു, ഏട്ടത്തി അപ്ലൈ ചെയ്യാതെ എങ്ങനെ ആധാർ കാർഡ് വരാനാ? ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല നികേഷ് എന്ന് പറഞ്ഞ് സംശയത്തോടു കൂടി ആലോചിച്ച് സുധീഷിനെ നോക്കുകയാണ് നിധി. നിങ്ങളാണോ ഇത് ചെയ്തതെന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, അത് നിധി, ലൈസൻസ് കിട്ടണമെങ്കിൽ നിധിക്ക് ഈ വീടിന്റെ അഡ്രസ്സിൽ എന്തെങ്കിലും പ്രൂഫ് വേണം, അതുകൊണ്ടാണ് നിധിയുടെ ആധാർ കാർഡിന്റെ അഡ്രസ് മാറ്റിയത്. നിധി ചോദിക്കുന്നു, സുധീഷ് എങ്ങനെയാ അത് മാറ്റിയത്? അപ്പൊ നികേഷ് പറയണ, അത് ശരിയാണല്ലോ, സുധീഷ് ഏട്ടൻ എങ്ങനെയാ മാറ്റിയത്? ഈ വീട്ടിലെ ഏട്ടത്തിക്ക് ഒരു പ്രൂഫും ഇല്ലല്ലോ, ഏട്ടത്തി അതൊന്ന് തന്നെ. അങ്ങനെ ആധാർ കാർഡ് വാങ്ങി നോക്കി നികേഷ് പറയണ, ഏട്ടത്തിയുടെ പേര് നിധി സുധീഷ് എന്നാക്കിയിട്ടുണ്ടല്ലോ, വൈഫ് ഓഫ് സുധീഷ് എന്ന് പറഞ്ഞ് സുധീഷ് ഏട്ടന്റെ പേരാ. ഇത് കിട്ടി ആധാർ കാർഡ് വാങ്ങി നോക്കുകയാണ് നിധി. സുധീഷ് ടെൻഷനോട് കൂടി നിൽക്കുമ്പോൾ നികേഷ് മനസ്സിൽ പറയുകയാണ്, സുധീഷ് ഏട്ടൻ എന്തോ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. നിധി വളരെ ദേഷ്യത്തോടു കൂടി സുധീഷിനെ നോക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, പ്ലീസ് പ്ലീസ് ദേഷ്യപ്പെടരുത്, ഞാൻ പറയുന്നതൊന്ന് കേക്ക്. നിധി ഈ അഡ്രസ്സിലാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞ് എന്തെങ്കിലും പ്രൂഫ് ഉണ്ടെങ്കിലേ ലൈസൻസ് വാങ്ങാൻ പറ്റൂ. എനിക്ക് ഈ വീട് അഡ്രസ്സില് പ്രൂഫ് ഉണ്ട്, അതുകൊണ്ട് എന്റെ പേര് വെച്ച് നിധിയുടെ ആധാർ കാർഡ് എടുക്കാൻ പറ്റും. അതാ ഞാൻ ചെയ്തത്. ഇനിയും ലൈസൻസ് കിട്ടാൻ നിധിക്ക് പ്രശ്നമൊന്നുമില്ല. നിധിക്ക് ലൈസൻസ് മേടിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത് ചെയ്തത്. ലൈസൻസ് കിട്ടിയാൽ ഉടനെ എന്റെ പേര് മാറ്റിയിട്ട് നിധിയുടെ അച്ഛന്റെ പേര് തന്നെ ആക്കിക്കോ, അഡ്രസ്സും തക്കലയിലേക്ക് മാറ്റിക്കോ. അങ്ങനെ അല്ലെങ്കിൽ കുറച്ചു നാളിനുള്ളിൽ ഡിവോഴ്സ് കിട്ടുമല്ലോ, അപ്പം ആ പേപ്പർ സബ്മിറ്റ് ചെയ്ത് എന്റെ പേരും വൈഫ് ഓഫ് സുധീഷ് എന്നുള്ളതും മാറ്റിയത്. അഡ്രസ് പ്രൂഫ് ഇല്ലെങ്കിൽ ലൈസൻസ് കിട്ടില്ല. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഇത് ചെയ്തത്, അല്ലാതെ നിധിയുടെ പേര് മാറ്റിയിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? ഒന്ന് ആലോചിച്ചു നോക്ക്. ഇത് കേട്ട് ഒന്നും മിണ്ടാതെ സുധീഷിനെ അത് നോക്കിയിട്ട് അകത്തേക്ക് പോവുകയാണ് നിധി. അകത്തേക്ക് ഒന്ന് നോക്കിയിട്ട് സുധീഷ് പറയണ, പോയോ? സുധീഷ് സന്തോഷത്തോടു കൂടി നിൽക്കുന്നു. നികേഷ് തിരികെ നോക്കുമ്പോൾ നികേഷിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് സുധീഷ് ചോദിക്കുന്നു, എങ്ങനെയുണ്ടടാ? നിധി സുധീഷ് കണ്ണു തള്ളി നികേഷ് ചോദിക്കുന്നു, അപ്പൊ ഇതെല്ലാം വേണോന്ന് കരുതി ചെയ്തതാണോ സുധീഷ് ഏട്ടൻ? അപ്പൊ നികേഷ് പറയണ, പിന്നല്ലാതെ എല്ലാം ഈ സുധീഷിന്റെ പ്ലാൻ ആടാ. ആൾ എപ്പം വീട്ടിൽ നിന്നും ആധാർ കാർഡ് എടുത്തോണ്ട് വന്നോ അപ്പൊ തന്നെ ഇതെല്ലാം ചെയ്യാൻ വേണ്ടി ഞാൻ ഇറങ്ങിയതാ. ഇതൊക്കെ എങ്ങനെയാ സുധീഷ് ഏട്ടാന്ന് നികേഷ് ചോദിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് സുധീഷ് നടന്ന കാര്യങ്ങളെല്ലാം നികേഷിനോട് പറയുകയാണ്. ഒരു ദിവസേ ഹരീഷിന്റെ വർക്ക്ഷോപ്പിലേക്ക് പോയിരുന്ന ഫോണിലൂടെ നിധിയുടെ ആധാർ കാർഡിന്റെ അഡ്രസ് മാറ്റാൻ അപ്ലൈ ചെയ്യുകയാണ് സുധീഷ്. സുധീഷിനെ ശ്രദ്ധിക്കുന്ന ഹരീഷ് ചോദിക്കുകയാണ്, സുധീഷ് ഏട്ടാ ഞാൻ വന്നത് മുതൽ ശ്രദ്ധിക്കോ, ഫോണും തോണ്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ, ഇവിടെ വന്നാൽ എന്തെങ്കിലും സംസാരിച്ചോണ്ടിരിക്കുന്നതാണല്ലോ, എന്താ ചെയ്യുന്നേ? അപ്പൊ സുധീഷ് പറയണ, അതൊന്നും ഇല്ലടാ, നിധിയുടെ ആധാർ കാർഡിന്റെ അഡ്രസ് മാറ്റുക, അതിന് ഇവിടെ ഇരുന്ന് എന്താ ചെയ്യുന്നതെന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയണ, അതല്ല ഇപ്പം ഫോണിൽ തന്നെ ചെയ്യാടാ. ഇത് കേട്ട് ഹരീഷ് ചോദിക്കുന്നു, ശരി എന്തിനാ ആധാർ കാർഡിലെ അഡ്രസ് മാറ്റുന്നത്? അവക്ക് ലൈസൻസ് വാങ്ങണ്ടേ? തക്കലയിലെ വീട് അഡ്രസ് വെച്ച് ഇവിടെ ലൈസൻസ് വാങ്ങാൻ വലിയ പാടാ. അങ്ങനെ സുധീഷ് പറയുമ്പോൾ ഹരീഷ് ചോദിക്കണ, അങ്ങനെയാണോ? അപ്പൊ സുധീഷ് പറയുന്നു, അങ്ങനെയാടാ, അതുകൊണ്ടാ അവളുടെ വീട് അഡ്രസ് മാറ്റിയിട്ട് നമ്മുടെ വീടിന്റെ അഡ്രസ് വെക്കുന്നത്. ഏട്ടത്തി അറിയാതെ അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയാണ്, എന്തുകൊണ്ട് പറ്റില്ല, ഞാനല്ലേ അവളുടെ ഹസ്ബൻഡ്, എന്റെ ആധാർ നമ്പർ കൊടുത്ത് ആധാർ അഡ്രസ് മാറ്റാൻ പറ്റും, സിമ്പിൾ. ഇത് കേട്ട് ഹരീഷ് ചോദിക്കുന്നു, ഇതൊക്കെ ഏട്ടത്തിക്ക് അറിയാമോ? അപ്പൊ സുധീഷ് പറയണ, അറിയായിരിക്കും, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അറിയും, അറിഞ്ഞാൽ എന്താടാ? ഹരീഷ് പറയണ, സുധീഷ് ഏട്ടന്റെ ഇഷ്ടത്തിന് ഇതൊക്കെ ചെയ്യുമ്പോൾ ഏട്ടത്തിക്ക് ഇഷ്ടപ്പെടുമോ? അപ്പൊ സുധീഷ് പറയണ, എടാ അവള് വേണമെങ്കിൽ എന്നെ ഭർത്താവായിട്ട് കാണാതിരിക്കാം, അല്ലെങ്കിൽ സഹായം ചെയ്തു കൊടുക്കുന്ന ഒരാളായിട്ട് മാത്രം കാണാം, പക്ഷേ നിയമപരമായും ആധാറിലും ഞാനായിരിക്കണം അവളുടെ ഭർത്താവ്. അതാ കെയർ ഓഫ് രാജീവ് ശങ്കർ എന്നുള്ള അഡ്രസ് മാറ്റിയിട്ട് കെയർ ഓഫ് സുധീഷ് എന്ന് മാറ്റുന്നത്. ഹരീഷ് പറയണ, സുധീഷ് ഏട്ടൻ ലൈസൻസ് കിട്ടാൻ മാത്രം ഇങ്ങനെ ചെയ്യുന്നതാണെന്ന് തോന്നുന്നില്ലല്ലോ. പുഞ്ചിരിച്ച സുധീഷ് പറയണ, അതിനു മാത്രം അല്ലടാ, അവൾ എന്റെ വൈഫാണെന്നുള്ളതിന് വേറെന്തെങ്കിലുമൊക്കെ പ്രൂഫ് വേണ്ടേ? ഇപ്പൊ മാരേജ് സർട്ടിഫിക്കറ്റ് മാത്രമേ ഉള്ളൂ, ഇതൊരു എക്സ്ട്രാ അഡ്വാൻറ്റേജ് ആണല്ലോ. സുധീഷ് ഏട്ടന് കള്ളത്തരമൊക്കെ നന്നായിട്ട് അറിയാമെന്ന് ഹരീഷ് പറയുമ്പോൾ സുധീഷ് പറയണ, പിന്നെ അല്ലാതെ അവൾ എന്നെ വിട്ട് ഒരടി പിന്നിലേക്ക് പോകുമ്പോൾ ഞാൻ 2 അടി മുന്നിലേക്ക് വരുവാടാ. ഞാൻ അവളെ വിട്ട് അകലത്ത്
പിണങ്ങത്തുമില്ല പിരിയത്തുമില്ല. ഇത് കേട്ട് ഹരീഷ് പറയണ നടക്കട്ടെ സുധീഷ് ഏട്ടാ, പക്ഷെ ഇത് വലിയ ചതിയാ കേട്ടോ, മൊത്തം കള്ളമാണല്ലോ. ഇത് കേട്ട് സുധീഷ് പറയുകയാണ് ഒരു നല്ലതിനു വേണ്ടി 4 കള്ളം പറയുന്നതിൽ തെറ്റൊന്നുമില്ല. ഇങ്ങനെ ആരാ പറഞ്ഞിട്ടുള്ളതെന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയണ വേറെ ആര്, ഈ സുധീഷ് തന്നെ. തുടർന്ന് എല്ലാം കേട്ട് കണ്ണു തള്ളി നിൽക്കുകയാണ് നികേഷ്. സുധീഷ് പറയുന്നു ഇനി എന്റെ പേര് ആധാർ കാർഡിൽ നിന്ന് മാറ്റാൻ അവൾ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. പേര് മാറ്റാൻ പറ്റാതെ കയറി ഇറങ്ങും. ഇത് വലിയ പണിയാണല്ലോ. ഇതിനേക്കാളും ഭേദം ഇവന്റെ കൂടെ ജീവിക്കുന്നതാണെന്ന് വിചാരിച്ച് എന്റെ കൂടെ ജീവിക്കാൻ തുടങ്ങണം. ഇത് കേട്ട് നികേഷ് തുപ്പുമ്പോൾ സുധീഷ് ചോദിക്കുന്നു എന്തിനാടാ നീ തുപ്പിയത്? അപ്പൊ നികേഷ് പറയാണ് പിന്നെ അല്ലാതെ സുധീഷ് ഏട്ടന്റെ കൂടെ ജീവിക്കണമെന്ന് ഏട്ടത്തിക്ക് തോന്നണം. ഏട്ടത്തിക്ക് സുധീഷ് ഏട്ടനെ ഇഷ്ടപ്പെടണം. ഇങ്ങനെ ആധാർ കാർഡിൽ നിന്ന് പേര് മാറ്റുന്നതിന് വലിയ കഷ്ടപ്പാടാണെന്ന് വിചാരിച്ച് ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കും ആരെങ്കിലും? സുധീഷ് ഏട്ടൻ എന്തൊക്കെയാ പറയുന്നേ? അപ്പൊ സുധീഷ് പറയാണ് എടാ എനിക്ക് കൊണ്ടിട്ട് അവൾ എന്നെ ഇഷ്ടപ്പെടണം. ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവള് തന്നെ ആഗ്രഹിച്ച് ചെയ്യണമെന്നൊക്കെ ഞാനും ചിന്തിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് അവളെ കിട്ടണമെങ്കിൽ ഇതെല്ലാം ചെയ്തേ പറ്റൂ. നീ എനിക്ക് കൂടി വേണ്ടി ഒന്ന് ആലോചിക്ക്. ഞാൻ നിന്റെ ചേട്ടനല്ലേ, അറ്റ്ലീസ്റ്റ് ഈ ആധാർ കാർഡിലെങ്കിലും ഞാൻ അവളുടെ ഭർത്താവായിട്ടിരുന്നോട്ടെ. ഇത് കേട്ട് നികേഷ് പറയണ എന്തെങ്കിലും ആവട്ടെ. അപ്പൊ സുധീഷ് പറയണ ഇനി അവളുടെ ഓഫീസിൽ ആരെങ്കിലും അവളോട് ആധാർ കാർഡ് ചോദിച്ചാൽ അവൾ ഇത് എടുത്തു കൊടുക്കും. അവർക്ക് ഞാനാണ് അവളുടെ ഹസ്ബൻഡ് എന്ന് മനസ്സിലാകും. പിന്നെ ഓഫീസിൽ ഇതിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങും. പിന്നെ പതിയെ പതിയെ അവക്കും എന്നെ ഇഷ്ടപ്പെടാൻ തുടങ്ങും. ഇതൊക്കെ ഒരു ടെക്നിക്കാടാ. പുഞ്ചിരിച്ച് സുധീഷിന് കൈ കൊടുത്തുകൊണ്ട് നികേഷ് പറയുന്നു സുധീഷ് ഏട്ടൻ മാറില്ല, ഒരിക്കലും മാറില്ല. കൈ തട്ടി മാറ്റി സുധീഷ് പറയുകയാണ് പിന്നെ ഞാൻ മാറിയ നീയൊക്കെ എനിക്ക് അവാർഡ് തരുമല്ലോ. പോടാ പോയി പഠിക്കാൻ നോക്ക്, അകത്തേക്ക് പോടാ. ഇത് കേട്ട് തലയാട്ടി നികേഷ് അകത്തേക്ക് പോവുകയാണ്. പുഞ്ചിരിച്ച് സുധീഷ് പറയുന്നു നിധി സുധീഷ്, സുധീഷ് നിധി, കെയർ ഓഫ് സുധീഷ്. ഷോ എനിക്ക് വയ്യ. തുടർന്ന് നിധിയും സുധീഷും സുധീഷിന്റെ ട്രാവൽസിലേക്ക് വന്നിരിക്കുകയാണ്. എന്തുകൊണ്ട് സുധീഷ് എന്ന് ചോദിച്ച് തോമസ് ഏട്ടൻ അവിടേക്ക് വരുമ്പോൾ സുധീഷ് പറയുന്നു തോമസ് ഏട്ടാ ഇതെന്റെ ഭാര്യ നിധി. അപ്പൊ തോമസ് ഏട്ടൻ പറയണേ എനിക്കറിയാലോ സുഖമായിട്ടിരിക്കുന്നോ മോളെ? സുഖമായിട്ടിരിക്കുന്നോ നിധി പറയുമ്പോൾ തോമസ് ഏട്ടൻ ചോദിക്കുന്നു ചായയോ കാപ്പിയോ കുടിക്കുന്നോ? അതൊന്നും വേണ്ടെന്ന് നിധി പറയുമ്പോൾ തോമസ് ഏട്ടൻ പറയുകയാണ് അന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് എനിക്ക് മോളോട് നന്നായി സംസാരിക്കാനൊന്നും പറ്റിയില്ല. സുധീഷിനെ പോലീസുകാർ തല്ലി എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചിരിക്കുകയല്ലായിരുന്നു. സുധീഷ് മനസ്സിൽ പറയുകയാണ് ഈ തോമസ് ഏട്ടൻ കാര്യം മനസ്സിലാക്കാതെ സംസാരിക്കുകയാണല്ലോ. അപ്പൊ തോമസ് ഏട്ടൻ പറയുന്നു ഒരു ഭാര്യയാകുമ്പോൾ അങ്ങനെയൊക്കെ വേണം. ഭർത്താവിന് എന്തെങ്കിലും സംഭവിച്ചാൽ സഹിക്കാൻ പറ്റില്ല. ഇത് കേട്ട് തോമസ് ഏട്ടനെ നോക്കി പുഞ്ചിരിച്ച് ദേഷ്യത്തോടു കൂടി സുധീഷിനെ നോക്കുകയാണ് നിധി. സുധീഷ് മനസ്സിൽ പറയുന്നു ആ നോട്ട ശരിയല്ലല്ലോ. തോമസ് ഏട്ടൻ പറയുന്നു എന്റെ ഭാര്യ എങ്ങനെയാ, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ സഹിക്കില്ല. അത്രയ്ക്ക് സ്നേഹം എന്നോട് മോക്ക് സുധീഷിനോടുള്ളതുപോലെ. ഇത് കേട്ട് പുഞ്ചിരിച്ച് നിധിയെ ഒന്ന് നോക്കിയിട്ട് സുധീഷ് പറയണ തോമസ് ഏട്ടാ ഞങ്ങൾ വന്ന കാര്യത്തെ കുറിച്ച് സംസാരിക്കട്ടെ. നിധിക്ക് ലൈസൻസിന് അപ്ലൈ ചെയ്യണം. തോമസ് ഏട്ടൻ പറയുകയാണ് അതിനെന്താ ചെയ്യാലോ, മോക്ക് വണ്ടി ഓടിക്കാൻ അറിയാമോ? അപ്പൊ സുധീഷ് പറയുന്നു സൂപ്പറായിട്ട് ഓടിക്കും. ശരി എന്ന് തോമസ് ഏട്ടൻ പറയുമ്പോൾ സുധീഷ് പറയണ ഞാൻ തോമസ് ഏട്ടനോട് നേരത്തെ തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞതല്ലേ, പിന്നെയും വീണ്ടും വീണ്ടും ചോദിച്ചാൽ ഞാൻ എന്ത് ചെയ്യാനാ? അപ്പൊ തോമസ് ഏട്ടൻ പറയണ അങ്ങനെയല്ല, ഞാൻ ഒരു വാക്ക് ചോദിക്കണ്ടേ? അപ്പൊ സുധീഷ് പറയണ നന്നായിട്ട് ഓടിക്കും, എന്നെ പിന്നിലിരുത്തിയൊക്കെ ഓടിക്കാറുണ്ട്. ഇത് കേട്ട് തോമസ് ഏട്ടൻ പറയുന്നു അത് ശരി, എങ്കിൽ പിന്നെ ഈ ഫോം ഫില്ല് ചെയ്ത് ഇതിലൊരു ഒപ്പിട്ടതാ. അങ്ങനെ തോമസ് ഏട്ടൻ ഫോം നിധിയുടെ നേരെ നീട്ടുമ്പോൾ ഇങ്ങിതാന്ന് പറഞ്ഞ സന്തോഷത്തോടു കൂടി സുധീഷ് അത് വാങ്ങുകയാണ്. ഫോം ഫില്ല് ചെയ്യാനായി തുടങ്ങുന്ന സുധീഷ് പറയണ നിധി എന്റെ ഹാൻഡ് റൈറ്റിംഗ് അത്ര നല്ലതല്ല, നിധി തന്നെ ഫില്ല് ചെയ്തു. ദേഷ്യത്തോടു കൂടി സുധീഷിനെ ഒന്ന് നോക്കിയിട്ട് ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് നിധി. സുധീഷ് പറയുന്നു നിധി ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കണം. ഇത് കേട്ട് നിധി തിരിഞ്ഞ് സുധീഷിനെ നോക്കുമ്പോൾ പുഞ്ചിരിച്ച് സുധീഷ് പറയുന്നു ഫില്ല് ചെയ്തോ. ഫോം ഫില്ല് ചെയ്ത് കൊടുത്ത് നിധി ചോദിക്കുന്നു എത്ര നാൾ കൊണ്ട് ലൈസൻസ് കിട്ടും? തോമസ് ഏട്ടൻ പറയുന്നു ഇപ്പൊ അപ്ലൈ ചെയ്താൽ ലേണേഴ്സ് ടെസ്റ്റിന് വിളിക്കും, പിന്നെ RTO ഓഫീസറുടെ മുന്നിൽ 8 എടുത്ത് കാണിക്കണം, അത്രേ ഉള്ളൂ. മോക്ക് ലൈസൻസ് വാങ്ങിച്ചു തരേണ്ടത് എന്റെ ഉത്തരവാദിത്വം. അതിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഞാൻ ആർക്കൊക്കെ ലൈസൻസ് വാങ്ങിച്ചു കൊടുക്കുന്നു? നീ ആരാ? നമ്മുടെ സുധീഷിന്റെ ഭാര്യ. മോക്ക് ലൈസൻസ് വാങ്ങിച്ചു തരാതെ ഞാൻ വേറെ ആർക്ക് ലൈസൻസ് വാങ്ങിച്ചു കൊടുക്കാനാ? ഇത് കേട്ട് നിധി തിരികെ സുധീഷിനെ നോക്കുമ്പോൾ സുധീഷ് പറയുന്നു തോമസ് ഏട്ടാ ഒന്ന് വെറുതെ ഇരിക്കും. തോമസ് ഏട്ടൻ പറയുന്നു ഈ ഫോമില് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒട്ടിക്കണം, ഫോട്ടോ കയ്യിലുണ്ടോ? ഉണ്ടെന്ന് നിധി പറയുമ്പോൾ തോമസ് ഏട്ടന്റെ ഫോണിലേക്ക് ഒരു കോള് വരികയും ഫോം നിധിയുടെ കയ്യിലേക്ക് കൊടുത്ത് തോമസ് ഏട്ടൻ അവിടെ നിന്ന് പോവുകയാണ്. സുധീഷ് പറയുന്നു നിധി ഗം അവിടെ ഉണ്ട്, ഞാൻ ഫോട്ടോ ഒട്ടിച്ചോണ്ട് വരാം. നിധി താന്ന് പറഞ്ഞ് ഫോം വാങ്ങിച്ച് ഗം എടുത്ത് ഫോട്ടോ ഒട്ടിക്കുകയാണ് സുധീഷ്. നിധിയുടെ ഒരു ഫോട്ടോ സുധീഷ് പോക്കറ്റിലേക്ക് വെക്കുന്നുണ്ട്. തുടർന്ന് ഫോട്ടോ ഒട്ടിച്ച് ഫോം കൊണ്ടു കൊടുത്ത് സുധീഷ് പറയുന്നു നിധി ഒട്ടിച്ചു. നിധി ആ ഫോം നോക്കിയിട്ട് ബാക്കി ഫോട്ടോസ് എടുത്ത് വെക്കുകയാണ്. സുധീഷ് മനസ്സിൽ പറയുന്നു രക്ഷപ്പെട്ടു, ഫോട്ടോസ് എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണി നോക്കിയില്ല. അങ്ങനെ സുധീഷ് പറയണ നിധി ഞാൻ വേണോന്ന് കരുതി ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ പോലീസ് സ്റ്റേഷൻ വെച്ച് നല്ല ടെൻഷനിലായിരുന്നു. എപ്പോഴും അവരെന്നോട് ആധാർ കാർഡ് ചോദിച്ചു കാണും, ഞാൻ കൊടുത്തത് എനിക്ക് ഓർമ്മയിലില്ല. സത്യമായിട്ട് ഞാനത് വേണമെന്ന് കരുതി മറച്ചു വെച്ചതല്ല. എന്റെ കയ്യിൽ നിധിയുടെ ആധാർ കാർഡിന്റെ കോപ്പി ഉള്ളത് എനിക്ക് ഓർമ്മയിലേ ഇല്ല. നിധി പറയണ കുറച്ചേരം ഒന്ന് മിണ്ടാതിരിക്കുവോ പ്ലീസ്, ഇതിനെ കുറിച്ച് ഇനി സംസാരിക്കണ്ട. അപ്പൊ സുധീഷ് പറയണ നിധി ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്ത തെറ്റാണെങ്കിലും എന്നോടൊന്ന് ക്ഷമിച്ചൂടെ? അപ്പൊ നിധി പറയണ അറിഞ്ഞു ചെയ്ത തെറ്റൊന്നും ക്ഷമിക്കാൻ പറ്റില്ല. ഇത് കേട്ട് സുധീഷ് പറയണ ശരി, അപ്പോ അറിയാതെ ചെയ്തതാണെന്ന് കരുതി ക്ഷമിക്ക് പ്ലീസ്. ഫോട്ടോ ഒട്ടിച്ചോന്ന് ചോദിച്ച് തോമസ് ഏട്ടൻ അവിടേക്ക് വരുമ്പോൾ നിധിയുടെ കയ്യിൽ നിന്നും ഫോം വാങ്ങിച്ചു കൊടുത്ത് സുധീഷ് പറയണ ഒട്ടിച്ച
കഴിച്ചു തോമസേട്ടാ, ദേ നോക്ക്. അപ്പൊ തോമസേട്ടൻ പറയുകയാണ്, ശരി സുധീഷേ, ഞാൻ സബ്മിറ്റ് ചെയ്തോളാം. എപ്പോഴാണോ RTO ഓഫീസിലേക്ക് പോകേണ്ടതെന്ന് ഞാൻ പറയാം. അപ്പൊ നീ നിന്റെ ഭാര്യയും കൂടി വന്നാ മതി. ശരി തോമസേട്ടാ, ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് നിധിയും കൂടി സുധീഷ് അവിടെ നിന്ന് പോവുകയാണ്. തുടർന്ന് ഓട്ടോയിൽ ഓഫീസിലേക്ക് പോകുന്ന നിധി ഓർക്കുകയാണ് ഗോപി ആധാർ കാർഡ് തന്നത് സുധീഷ് ആണെന്ന് പറഞ്ഞത്. പിന്നീട് നിധി ഓർക്കുന്നു, സുധീഷ് തന്നെ പ്രപ്പോസ് ചെയ്തത്. എനിക്ക് നിധിയുടെ കൂടെ ജീവിക്കണമെന്ന ആഗ്രഹം. എന്റെ മനസ്സ് മുഴുവൻ നിധി മാത്രമേ ഉള്ളൂ. ശേഷം നിധി ഓർക്കുകയാണ് പോലീസ് സ്റ്റേഷനിൽ വെച്ച് രാജീവും അരുണും സൂര്യയും നിധിയെ കൊണ്ടുപോകാൻ ശ്രമിച്ചതും, രാജീവ് സുധീഷിനെ തല്ലിയതും, സുധീഷ് തന്റെ കഴുത്തിൽ താലി കെട്ടിയതും, പിന്നീട് തക്കലയിലെ വീട്ടിൽ വെച്ച് അരുൺ സുധീഷിനെ തല്ലിയതും, സുധീഷ് നിധിക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് വാങ്ങിക്കൊടുത്തതും, നിധിയുടെ വീട്ടുകാർ സുധീഷിനെ കൊല്ലാൻ ശ്രമിച്ചതും, നിധിക്ക് സർപ്രൈസായി സുധീഷ് വണ്ടി വാങ്ങിക്കൊടുത്തതും, തോമസ് ഏട്ടന്റെ ഓഫീസിൽ വെച്ച് നിധിയോട് ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്ത തെറ്റാണെങ്കിലും എന്നോട് ക്ഷമിക്കെന്ന് സുധീഷ് പറഞ്ഞതുമെല്ലാം. ശേഷം വിഷമത്തോടുകൂടി ആലോചിച്ചിരിക്കുകയാണ് നിധി. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്